ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് 9ാം ക്ലാസ്സിൻ്റെ ഹിന്ദി ക്ലാസ് നോക്കാം. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി നമ്മൾ മിർസ അസദുള്ള ബേഗ് ഖാന്റെ ഡയറിയുടെ കുറച്ച് ഭാഗങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1857 भारत के पहला स्वतंत्रता संग्राम का समय. ഈ സമയത്തുള്ള ഡൽഹിയുടെ അവസ്ഥ, ഡൽഹിയിലെ ജനങ്ങളുടെ ദുരിതപൂർണമായ ജീവിതം, അതൊക്കെയാണ് ഈ ഡയറിയിലൂടെ നമ്മൾ കണ്ടത്. ഗാലിബ് കി ഗലി കി വിശേഷതായി ക്യാ ക്യാ ഥീ? അപ്പോൾ ആ സമയത്ത് ഗാലിബിൻ്റെ തെരുവിൻ്റെ വിശേഷതകൾ എന്തൊക്കെയായിരുന്നു? ജറാ സോച്ചിയേ. നിങ്ങളൊന്ന് ചിന്തിച്ചേ. हमने पहली कक्षा में पढ़ा था. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ്. गली में 10-12 घर थे. 10-12 വീടുകളായിരുന്നു ആ തെരുവിലുണ്ടായിരുന്നത്. उस गली के अंदर घुसने का केवल एक ही रास्ता था. ആ തെരുവിനുള്ളിലേക്ക് കടക്കാൻ ആകെ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. उस गली के अंदर कोई कुआं नहीं था. അതുപോലെ ആ തെരുവിനുള്ളിൽ ഒരു കിണറും ഉണ്ടായിരുന്നില്ല. ഓർക്കുന്നില്ലേ നിങ്ങൾ? ബ്രിട്ടീഷുകാരെ ഭയന്ന ആ ഒരേ ഒരു പ്രവേശന കവാടവും അവർ അടച്ചത്, ഭക്ഷണത്തിനും ദാഹജലത്തിനും അവർ ബുദ്ധിമുട്ടിയത്. അങ്ങനെ വിഷമിച്ചു കഴിയുന്ന ആ സമയത്ത് 1857 ഒക്ടോബർ 5-ാം തീയതി അവർ ഭയപ്പെട്ടത് സംഭവിച്ചു. നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇത്? കുച്ച് അംഗ്രേസ് സൈനിക് ഉസ് ഗലി മേ ഘുസായേ. കുറച്ച് ബ്രിട്ടീഷ് സൈനികര് ആ തെരുവിലേക്ക് വന്നു. उन्होंने गालिब के साथ उनके बच्चों, नौकरों और कुछ पड़ोसियों को भी गिरफ्तार किया. അപ്പം ഗാലിബിനോടൊപ്പം ഗാലിബിൻ്റെ കുട്ടികളെയും ജോലിക്കാരെയും പിന്നെ ഗാലിബിൻ്റെ കുറച്ച് അയൽക്കാരെയും അവർ അറസ്റ്റ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്ത് കേണൽ ബ്രൗൺ എന്ന സൈനിക ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാക്കി. നിങ്ങൾ ഓർക്കുന്നില്ലേ അവിടെ എന്താ സംഭവിച്ചത്? വഹാ പർ ക്യാ ഹുവാ ഥാ? ഗാലിബ് കോ കവി ജാൻകർ കേണൽ ബ്രൗൺ ने उन्हें घर जाने की इजाजत दे दी. അപ്പോൾ ഗാലിബ് കവിയാണെന്ന് അറിഞ്ഞപ്പോൾ കേണൽ ബ്രൗണ് തിരിച്ച് വീട്ടിലയക്കാനുള്ള അനുമതി നൽകി, അല്ലേ? और गालिब का निवेदन स्वीकार कर उनके पड़ोसियों को भी घर जाने की अनुमति मिली. അപ്പം ഗാലിബ് എന്താണ് അപേക്ഷിച്ചു, അയൽക്കാരെയും വിട്ട് അയക്കണമെന്നല്ലേ? അത് കേട്ട് അദ്ദേഹം അതിനുമുള്ള അനുമതി നൽകി. തന്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അയൽക്കാരെല്ലാം തന്നെ വളരെ നിഷ്കളങ്കരായ മനുഷ്യരാണെന്നും അവരും കവിത എഴുതുന്നവരാണെന്നും ഗാലിബ് കേണൽ ബ്രൗണിനെ പറഞ്ഞു വിശ്വസിപ്പിച്ച് അവരെ എല്ലാം രക്ഷിച്ചു. നിങ്ങൾ ഓർക്കുന്നില്ലേ ആ ഭാഗം? എന്നാൽ ഡൽഹിയിലെ അസംഖ്യം നിഷ്കളങ്കരായ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ബേശുമാർ ബേഗുനാഹോं को ठूस ठूस कर हवालात और कैद खाने में भर दिया गया. അവരെ എല്ലാം പിന്നീട് എന്ത് ചെയ്തു? ഉൻ സബ്കോ ഭാസി ദേ ദി ഗയി. ലക്ഷക്കണക്കിന് ആളുകളെ എന്താണ് ജയിലിൽ അടയ്ക്കുകയും പിന്നീട് അവരെ എല്ലാം തൂക്കിലേറ്റുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ആൾക്കാർ കൊല്ലപ്പെട്ടു. ആകെ ഗാലിബ് ने अब आगे चिराग अली के बारे में कहा. चिराग अली कौन था? एक भिश्ती. ചിരാഗ് അലിയെ പറ്റി പറഞ്ഞിരുന്നു, അല്ലേ? ചിരാഗ് അലി ആരായിരുന്നു? ഒരു ഭിഷ്ടിയായിരുന്നു. किसने उसको मारा था? ആരാണ് അദ്ദേഹത്തെ കൊന്നത്? दिल्ली के बड़े हाकिम हटसन साहब ने उसे अपनी तलवार से मारा था. ഡൽഹിയിലെ വലിയ ഭരണാധികാരിയായിട്ടുള്ള ഹട്സൺ സാഹിബാണ് ചിരാഗ് അലിയെ കൊന്നത്. എങ്ങനെയാണ്? തൻ്റെ വാൾ വെച്ച്, തൽവാർ. और उसकी लाश दिल्ली के प्रवेश द्वार पर लटका दी. അതിനുശേഷം ചിരാഗ് അലിയുടെ ശവശരീരം ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ തൂക്കിയിട്ടു. അതോടൊപ്പം തന്നെ അവസാന മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ ജഫർ അദ്ദേഹത്തിന്റെ 2 മക്കളെയും, രാജകുമാരന്മാരുടെ പേരെന്തായിരുന്നു? ഷഹസാദ ഫസൽ और मिर्जा अबू बकर. इन दोनों को मारा. किसने मारा? हटसन ने मारा. ഈ 2 കുട്ടികളെ ഹട്സൺ കൊന്നു, അല്ലേ? ശിരസുകൾ ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ തൂക്കിയിട്ടു. അപ്പൊ വളരെ ക്രൂരനായ സൈനിക ഉദ്യോഗസ്ഥനായ ഹഡ്സനെയും നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. यहाँ पर आपको मैंने एक गृहकार्य दिया था. क्या था वो? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഓർമ്മയുണ്ടോ? इस घटना का समाचार तैयार करें. ഈ സംഭവത്തിന്റെ പത്ര റിപ്പോർട്ട് തയ്യാറാക്കാനായിരുന്നു. क्या आपने किया? बहुत अच्छा. मुझे अपने स्कूल से
कुछ उत्तर मिले हैं। एक में आपके लिए पढ़ती हूँ। हसन का शिकार बना अभागा भिष्ടി. അപ്പം ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഹെഡിങ് തന്നെ ആദ്യം തന്നെ തുടങ്ങുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടല്ലേ. ഹെഡിങ്ങിൽ എന്താ പറഞ്ഞത്? ഹഡ്സന്റെ ഇരയായത് പാവപ്പെട്ട നിർഭാഗ്യവാനായ ഫിഷ്ടി. दिल्ली. അതുപോലെ തന്നെ സ്ഥലവും കൊടുത്തിട്ടുണ്ട്. कल सुबह से दिल्ली के प्रवेश द्वार पर एक अभागे की लाश लटक रही है. ഇന്നലെ രാവിലെ മുതൽ ദില്ലിയുടെ പ്രവേശന കവാടത്തിൽ എന്താണ് ഒരു നിർഭാഗ്യവാനായ ഫിഷ്തിയുടെ ശവശരീരം തൂക്കിയിട്ടിട്ടുണ്ട്. वो लाश चिराग अली नामक एक भिष्टी की है. അപ്പോൾ ആ മൃതശരീരം ചിരാഗലി എന്ന് പേരുള്ള ഒരു ഫിഷ്തിയുടെയാണ്. वो एक सीधा सादा आदमी था. അദ്ദേഹം ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു, സാധാരണ മനുഷ്യനായിരുന്നു. दिल्ली में रहने वाला था. ദില്ലിയിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. सड़क सींचने का काम करता. റോഡ് നനയ്ക്കുന്ന ജോലി ചെയ്യുകയായിരുന്നു. पिछले दिन जब वो सड़क सींच रहा था तब दिल्ली के बड़े हाकिम हडसन घोड़े पर जा रहे थे. അപ്പം കഴിഞ്ഞ ദിവസം ചിരാഗലി റോഡ് നനച്ചുകൊണ്ടിരുന്നപ്പോൾ ഡൽഹിയുടെ വലിയ ഭരണാധികാരി ഹഡ്സൺ തൻ്റെ കുതിരപ്പുറത്ത് പോവുകയായിരുന്നു. चिराग अली ने उसको नहीं देखा था. ചിരാഗലി അദ്ദേഹത്തെ കണ്ടില്ല. वो अल्लाह का गुण गाता हुआ ദൈവത്തിനെ പാടി സ്തുതിച്ചുകൊണ്ടിരുന്നു. सड़कों को ദൈവത്തിനോട് പാടി റോഡ് നനച്ചുകൊണ്ടിരുന്നു. सींचता रहा. हडसन को गुस्सा आया. ഇത് കണ്ട് ഹഡ്സന് ദേഷ്യം വന്നു. उसने अपनी तलवार से चिराग अली का पेट चीरकर मार डाला. അങ്ങനെ ഹഡ്സൺ തൻ്റെ വാള് വെച്ച് ചിരാഗലിയുടെ വയറ് കുത്തിക്കീറി കൊന്നുകളഞ്ഞു. उसकी हत्या से पूरे इलाके में अशांति फैली हुई है. इन्हें അപ്പം ചിരാഗലിയുടെ മരണത്തോടെ അവിടെ മുഴുവൻ അശാന്തി പരന്നിരിക്കുകയാണ്. हडसन ने बादशाह बहादुर शाह जफर के दोनों बेटों का भी खून कर उनके सिर दिल्ली दरवाजे पर लटका दिए थे. അപ്പം ബാദ്ഷാ ബഹദൂർ ഷായുടെ രണ്ട് മക്കളെ ഇതുപോലെ കൊന്ന് അവരുടെ തലയും ഡൽഹിയുടെ പ്രവേശന കവാടത്തിൽ തൂക്കിയിട്ടതാണ്. लगता है कि हडसन को हिंदुस्तानियों का खून करने में बड़ा मजा आता है. ഇപ്പൊ തോന്നുന്നത് ഹഡ്സന് ഈ ഇന്ത്യക്കാരെ കൊല്ലുന്നതിൽ വളരെയധികം രസം കണ്ടെത്തുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും പത്രവാർത്ത തയ്യാറാക്കിയല്ലോ. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യം കൂടെ നോക്കാം. തുടർന്ന് മെഹർനിസ എന്ന തന്റെ അയൽക്കാരിയെ പറ്റി ഗാലിബ് പറയുന്നുണ്ട്. അവർക്കും കുടുംബത്തിനും ഗാലിബ് ഭക്ഷണം എത്തിച്ച കാര്യവും പറയുന്നുണ്ട്. നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഭാഗമാണത്. ഗാലിബ് एक ദർബാരി കവി था. രാജസദസ്സിലെ കവിയാണ്. നല്ല ജീവിത സാഹചര്യത്തിൽ കഴിയുന്ന സമയവുമായിരുന്നു. പക്ഷെ ഈ കലാപം എല്ലാം തന്നെ, ഈ ജനകീയ വിപ്ലവം എല്ലാം തന്നെ തകിടം മറിച്ചു. ഇന്ന് അദ്ദേഹത്തിനും വിശപ്പ് സഹിച്ച് കഴിയേണ്ട അവസ്ഥയാണ്. അതിനോടൊപ്പം തന്നെ ഈ കഷ്ടതയുടെ വേളയിൽ ഗാലിബിന് ധൈര്യം നൽകിയ, സഹായം ചെയ്ത കുറച്ച് സുമനസ്സുകളെ അദ്ദേഹം തന്റെ ഡയറിയിൽ ഓർക്കുന്നുണ്ട്. വേ കോൻ കോൻ ധേ ജറാ ബതായിയേ. ഹാ, ഹീരാ സിംഗ്. ആരൊക്കെയായിരുന്നു? അവരുടെ പേരുകൾ പറഞ്ഞേ. शिवाजी राम का बेटा बाल मुकुंद और हरि गोपाल तुफ्ता. उन्होंने कैसे गालिब की सहायता की? ഇവരെല്ലാം എങ്ങനെയാണ് ഗാലിബിനെ സഹായിച്ചത്? जरा बताइए. നിങ്ങൾ പറഞ്ഞേ. शिवाजी राम ने गालिब को हिम्मत बंधाया. ശിവജി റാം ഗാലിബിന് ധൈര്യം സംഭരിച്ചു കൊടുത്തു. मुकुंद ने अंग्रेज सिपाहियों की नजर से बचते बचाते गालिब की चिकित्सा का प्रबंध किया. ബാലമുകുന്ദ് എന്താ ചെയ്തത്? ബ്രിട്ടീഷ് സൈനികരുടെ കണ്ണു വെട്ടിച്ച് ഗാലിബ് രോഗശയ്യയിൽ കിടന്നപ്പം ഒരു വൈദ്യനെ എത്തിച്ച് സഹായം നൽകി, ചികിത്സിപ്പിച്ചു അല്ലേ? हरिगोपाल तुफ्ता ने रुपये एवं गेहूं भिजवाकर गालिब की मदद की. ഹരിഗോപാൽ തുഫ്ത എന്താ ചെയ്തത്? പൈസയും അയച്ചു, അതുപോലെ തന്നെ ഗോതമ്പിന്റെ ചാക്ക് കെട്ടുകളും അയച്ച് ഗാലിബിനെ സഹായിച്ചു. അങ്ങനെ കഷ്ടതകൾ നിറഞ്ഞ ആ കാലഘട്ടത്തിൽ മനുഷ്യത്വത്തിന്റെ മരിപ്പച്ചയുടെ ബലത്തിൽ
കുറെയൊക്കെ അതിജീവിക്കാൻ ഗാലിബിന് സാധിച്ചു. ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ये बातें जिनका लिखना जरूरी नहीं था, सिर्फ इसलिए लिखी कि इन लोगों की दरियादिली और हमदर्दी का शुक्रिया अदा हो जाए. അപ്പോൾ ഗാലിബ് ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ഇവരെ പറ്റി ഈ ഡയറിയിൽ എഴുതേണ്ടത് അത്യാവശ്യമായിരുന്നില്ല, എങ്കിലും എന്തുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഇവരുടെ കാരുണ്യവും സഹതാപവും അതിനുള്ള നന്ദി പ്രകാശിപ്പിക്കാനായിട്ടാണ് ഇവരെ പറ്റി ഇവിടെ എഴുതിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദരിയാദിലി മാനെ കാരുണ്യം, ദരിയാദിലിയുടെ അർത്ഥം കാരുണ്യം എന്നാണ്. हमदर्दी सहदापम, सिंपति. किसकी दरियादिली और हमदर्दी? गालिब की मदद करने वाले लोगों की. അപ്പൊ ആരുടെ കാരുണ്യത്തെയും സഹതാപത്തെയും പറ്റിയാണ് ഇവിടെ പറയുന്നത്? ഗാലിബിനെ സഹായിച്ചവരെ പറ്റി. ആരൊക്കെയാണ് ഗാലിബിനെ സഹായിച്ചത്? कौन कौन थे बताइए? हीरा सिंह, शिवाजी राम, उनका बेटा बाल मुकुंद और हरि गोपाल तुफ्ता. ഇവരൊക്കെയാണ് ഗാലിബിനെ സഹായിച്ചവര്. उन सबसे अपना शुक्रिया अदा करने के लिए, शुक्रिया अदा करना നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. നന്ദി പ്രകാശിപ്പിക്കുക അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുക. उन सबसे अपना शुक्रिया अदा करने के लिए गालिब ने अपनी डायरी में उनके बारे में लिखा था. ഈ സുമനസ്സുകളെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സുമനസ്സുകളോടുള്ള നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ഗാലിബ് തന്റെ ഡയറിയിൽ അവരെ പറ്റി കൂടി പറഞ്ഞത്. പിൽക്കാലത്ത് തന്റെ ഡയറി വായിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ സുമനസ്സുകളുടെ നന്മ തിരിച്ചറിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ആകെ ദേഖേ, രാത് കോ ചിരാഗ് നഹീ ജൽത്തെ, ദിൻ മേം ചൂൽഹേ നഹീ സുലഗ്തെ. ഇപ്പൊ രാത്രിയിൽ വിളക്ക് കത്തിക്കാറുണ്ടായിരുന്നു. ചിരാഗ് എന്ന് പറഞ്ഞാൽ വിളക്കാണ്. ഇപ്പൊ രാത്രിയിൽ വിളക്കുകളൊന്നും കത്താറില്ലായിരുന്നു. അതുപോലെ പകലോ, ദിൻമേ ചുൽഹേ നഹി സുലഗ്തെ, അടുപ്പുകളും കത്താറില്ല. അപ്പൊ എന്താണ് പറയുന്നത്? രാത്രിയിൽ വിളക്കുകളും കത്താറില്ല, പകൽ അടുപ്പുകളും കത്താറില്ല. जब अनाज ही नहीं है तो चूल्हे कहां से जले. അപ്പൊ എന്താ? ധാന്യം, അനാജ് എന്ന് പറഞ്ഞാൽ ധാന്യമാണ്. ധാന്യം ഒന്നും ലഭിക്കാനില്ല. അപ്പൊ അതില്ലാത്തപ്പോ എന്തിനാണ് അടുപ്പ് കത്തിക്കുന്നത്? मकानों के मालिक मार डाले गए हैं, वे होते. അപ്പോൾ എല്ലാ കെട്ടിടങ്ങളിലെയും ഉടമസ്ഥന്മാർ മരിച്ചു പോയിരിക്കുകയാണ്. അവരെല്ലാം കൊന്നു കളഞ്ഞു അല്ലേ? तो घरों में गल्ला पानी आता. അവരുണ്ടായിരുന്നെങ്കിൽ അവരുടെ വീടുകളിൽ ധാന്യവും വെള്ളവും ഒക്കെ എത്തിച്ചേനെ. ഇപ്പൊ അവരാരും ഇതൊന്നും എത്തിക്കാനുള്ള ആളുകളില്ല, അവരെല്ലാം മരണപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത് ഡൽഹിയിലെ ആ സമയത്തെ അവസ്ഥയെ പറ്റിയാണ് പറയുന്നത്. रात को चिराग नहीं जलते, दिन को चूल्हे नहीं सुलगते. इससे क्या तात्पर्य है? चिराग माने दिया, ചിരാഗിന്റെ അർത്ഥം വിളക്കെന്നാണ്. രാത്രിയിൽ വിളക്ക് കത്താറില്ല. लैंप. रात को चिराग नहीं जलते, जलना कत्तुക. रात को चिराग नहीं जलते और दिन में चूल्हे नहीं सुलगते, चूल्हे नहीं सुलगते. ചൂൽഹ മാനെ അടുപ്പ്, ചുൽഹ എന്ന് പറഞ്ഞാൽ അടുപ്പ് എന്നർത്ഥമാണ്. സുലഗ്ന കത്തുക, എരിയുക. രാത്രി വിളക്കുകളും കത്തുന്നില്ല, പകല് അടുപ്പുകളും എരിയുന്നില്ല. എന്തൊരവസ്ഥയാണ്! ആ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് ദില്ലിയുടെ അവസ്ഥ നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാകും. എല്ലാം ഉണ്ട് അതിനകത്ത്, ആ ഒരൊറ്റ സെന്റൻസിൽ. ജബ് അനാജ് ഹി നഹീ ഹൈ तो चूल्हे कहां से जले. अनाज माने धान्യം, अनाज नहीं है. अनाज क्यों नहीं है? എന്തുകൊണ്ടാണ് ധാന്യങ്ങൾ ഇല്ലാത്തത്? വലിയ വിപ്ലവം നടക്കുന്ന സമയമല്ലേ, സാധനങ്ങളുടെ വരവെല്ലാം കുറഞ്ഞിട്ടുണ്ട്, ഉള്ളതിനെല്ലാം തന്നെ തീ പിടിച്ച വിലയുമായിരിക്കും. तो चूल्हे कैसे जले. അത് മാത്രമല്ല, അടുപ്പുകൾ എങ്ങനെയാണ് കത്തുക അല്ലേ? ധാന്യമില്ല, പിന്നെ എങ്ങനെ അടുപ്പ് കത്താനാ? വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഗാലിബ് പറയുന്നുണ്ട്. मकानों के मालिक मार डाले गए हैं, वे होते तो घरों में गल्ला पानी आता. മക്കാൻ മാനെ കെട്ടിടം, മാലിക് ഉടമ, നാഥൻ. ഈ സന്ദർഭത്തിൽ മക്കാനോ കെ മാലിക് മാനെ ഗൃഹനാഥന്മാർ. മക്കാനോ കെ മാലിക്കോ കോ ക്യാ ഹുവാ ഥാ. ഗൃഹനാഥന്മാർക്കെല്ലാം എന്ത് സംഭവിച്ചു? സബ് മാർ ഡാലെ ഗയേ, അവരെല്ലാം കൊന്നു കളഞ്ഞു അല്ലേ? ദില്ലിയിലെ പുരുഷന്മാരിൽ ഭൂരിഭാഗവും ഈ വിപ്ലവത്തിന്റെ ഭാഗമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ് കുട്ടികളെ. വേ ഹോത്തെ तो घरों में गल्ला पानी आता.
ഗല്ല മാനെ അനാജ്, ധാന്യം. ഗൃഹനാഥന്മാരെല്ലാം തന്നെ കൊല്ലപ്പെട്ടു. നിത്യവൃത്തിക്ക് വേണ്ട വക കൊണ്ടുവരുന്ന ഗൃഹനാഥന്മാരെല്ലാം കൊല്ലപ്പെട്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഉപജീവനത്തിനുള്ള വക വീടുകളിലെത്തും? തോ രാത് കോ ചിരാഗ് നഹീ ജൽത്തെ, दिन में चूल्हे नहीं सुलगते. आगे देखें. गालिब जिसके इस शहर में हजारों दोस्त हैं, इस तन्हाई और अकेलेपन में सिर्फ अपनी कलम के सहारे ही जिंदा बचा रह गया है. അപ്പോൾ ഗാലിബ് പറയാണ്, ഈ നഗരത്തിൽ ആയിരക്കണക്കിന് കൂട്ടുകാരുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഈ തൻഹായി ഓർ അഖിലപ്പൻ, രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്, ഒറ്റപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആരും ഇല്ലല്ലോ, എല്ലാവരും കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ഒറ്റപ്പെടലിൽ ഇപ്പോൾ ഗാലിബിന് ആരാണ് കൂട്ടുള്ളത്? അപ്നി കലം, സ്വന്തം പേന മാത്രമാണ് കൂട്ടുള്ളത്, അതുകൊണ്ടാണ് താൻ ജീവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. उसके सारे दोस्त एक एक कर मार डाले गए. അദ്ദേഹത്തിന്റെ ഓരോ കൂട്ടുകാരും ഓരോരുത്തരെ കൊല്ലപ്പെട്ടിരുന്നു. എന്ന് വെച്ചാൽ ആ വിപ്ലവത്തിൽ അവരെല്ലാം മരിച്ചു പോയിരുന്നു. गालिब क्या कह रहे हैं? ഗാലിബ് എന്താണ് പറയുന്നത്? इस तन्हाई और अकेलेपन में इन दोनों शब्दों का अर्थ एक है. तन्हाई माने अकेलापन, ഏകാന്തത. തൻഹായുടെ അർത്ഥം അഖിലപ്പൻ തന്നെയാണ്, അത് രണ്ടും സെയിം അർത്ഥമാണ്. അപ്പൊ അതിന്റെ അർത്ഥം, മലയാള അർത്ഥം എന്താണ്? ഏകാന്തത. इस तन्हाई में, इस तन्हाई और अकेलेपन में वो अपनी कलम के सहारे ही जिंदा है. दिल्ली में उसके हजारों मित्र थे, वो सब एक एक कर मार डाले गए. ദില്ലിയിൽ ആയിരത്തിലേറെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഗാലിബിന് ഇന്ന് തന്റെ പേന മാത്രമാണ് കൂട്ട്. കലം കെ സഹാരെ ഹി ജിന്ദാ ഹെ. സാധാരണ രീതിയിൽ നമുക്ക് നല്ല ദുഃഖം വരുമ്പോൾ നമ്മൾ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ആ വിഷമങ്ങളൊക്കെ ഒന്ന് മാറാറുണ്ട്. ഇനി കൂട്ടുകാർ അടുത്തില്ലാത്ത സമയത്താണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ആ പേന എടുത്ത് ഒന്ന് എഴുതണം. നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ഒന്ന് എഴുതണം, നല്ല സ്പഷ്ടമായ ഭാഷയിൽ അങ്ങ് എഴുതും. കുറേ കാലം കഴിഞ്ഞ് ഈ എഴുതിയത് ഓർമ്മക്കുറിപ്പുകളോ ഡയറികളോ ഒക്കെ ആയി തീരാൻ സാധ്യതയുണ്ട്. പേനയും നമുക്ക് നല്ലൊരു സുഹൃത്താണ്. പേനയുമായിട്ട് ചങ്ങാത്തം കൂടാം. ആगे देखें. मेरी आत्मा में अब केवल दुख ही दुख है. मैं अपना बिस्तर. അപ്പം ഗാലിബ് എഴുതുകയാണ്, ഇപ്പം വളരെയധികം വിഷമത്തോടെയാണ് ഗാലിബ് ജീവിക്കുന്നത്. अपना बिस्तर और कपड़े बेच बेच कर जिंदगी गुजार रहा हूँ. ഞാൻ എൻ്റെ മെത്തയും അതുപോലെ തന്നെ തുണികളും, കപ്പടയെന്ന് പറഞ്ഞാൽ തുണിയാണ്, ബിസ്തർ മെത്തയാണ്, ഇതെല്ലാം വിറ്റാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് ഗാലിബ് രാജസദസ്സിലെ കവിയായിരുന്നു, ഇപ്പോൾ രാജസദസ് ഇല്ലല്ലേ, ഇപ്പോൾ ജോലിയെല്ലാം നഷ്ടമായി. അപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നത് ഈ തുണികളും മെത്തയൊക്കെ വിറ്റാണ്. दूसरे लोग जिस तरह से रोटियां खाते हैं, मैं कपड़े खा रहा हूँ. മറ്റുള്ളവർ അവരുടെ അന്നം ഉണ്ടാക്കുന്നത് പോലെ ഞാനിപ്പം എൻ്റെ തുണികളാണ് കഴിക്കുന്നത്. അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് തുണി വിറ്റാണ് ജീവിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. कहता हूँ कि जब सब कपड़े खा लूंगा तो नंगा ही भूखा मर जाऊंगा. ഇപ്പം പേടിക്കുന്ന ഒരു കാര്യം ഗാലിബ് പറയാണ്, ഞാൻ ഭയക്കുന്നു. എന്താണ് ഭയക്കുന്നത്? മുഴുവൻ വസ്ത്രവും ഞാൻ കഴിച്ചു കഴിയുമ്പോൾ അതായത് ഉള്ള എല്ലാം വിറ്റ് പെറുക്കി കഴിയുമ്പോൾ അവസാനം നഗ്നനായിട്ട് വിശന്ന് മരിക്കേണ്ടി വരുമോ എന്നോർത്ത് ഭയപ്പെടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. गालिब अब बहुत दुखी है. अब वो अपनी जिंदगी कैसे गुजार रहा है. അപ്പം ഗാലിബ് വളരെ ദുഃഖവാനാണ്. ഇപ്പൊ എങ്ങനെയാണ് ഗാലിബ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? जिंदगी गुजारना മാനെ ജീവിതം നയിക്കുക, ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഗാലിബ് എങ്ങനെയാണ് ഇപ്പോൾ തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഹാ, अपने कपड़े और बिस्तर बेच बेच कर. बेचना माने വിൽക്കുക. കപ്പടെ और बिस्तर बेच बेच कर. തന്റെ തുണിയും കിടക്കയും ഒക്കെ വിറ്റാണ് ഗാലിബ് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗാലിബ് പറയുകയാണ്, दूसरे लोग जिस तरह से रोटियां खाते हैं, मैं कपड़े खा रहा हूँ. दूसरे लोग जिस तरह से रोटियां खाते हैं, मैं कपड़े खा रहा हूँ.
इसका क्या मतलब है? मैं कपड़े खा रहा हूँ. ഞാൻ വസ്ത്രമാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ തുണികളാണ് കഴിക്കുന്നത്. ഇവിടെ ഗാലിബിൻ്റെ എന്തവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? इससे गालिब की किस हालत की ओर संकेत है? രാജസദസ്സിലെ കവിയായിരുന്നല്ലോ അദ്ദേഹം. സ്വാഭാവികമായും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും കിടക്കയുമൊക്കെ അദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ട്. ഇന്ന് ഈ സാഹചര്യത്തില് അദ്ദേഹത്തിന് തന്റെ വിലപിടിപ്പുള്ള ഈ വസ്തുക്കളൊക്കെ, കിടക്കയും തുണിയുമൊക്കെ വിറ്റാണ് ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതായി വരുന്നത്. അദ്ദേഹത്തിനും കുടുംബത്തിനും ഭക്ഷണത്തിന് പോലും ഇന്നൊരു മാർഗമില്ല. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ തൻ്റെ വിലപിടിപ്പുള്ള തുണികളും കിടക്കയുമൊക്കെ വിറ്റ് ഉപജീവനം നടത്തേണ്ടതായി വരുന്നത്. ഗാലിബ് കിസ് ബാത് കാ ഡർ ഹൈ ബച്ചോ? ഗാലിബ് എന്ത് കാര്യോർത്താണ് ഭയപ്പെടുന്നത്, പേടിക്കുന്നത്? वो क्या कह रहा है? जब सब कपड़े खा लूंगा तो नंगा ही भूखा मर जाऊंगा. എല്ലാ വസ്ത്രങ്ങളും തിന്നു തീരുമ്പോൾ, മാനെ ഉടുതുണിയെല്ലാം വിറ്റ് കഴിയുമ്പോൾ, കച്ചവടം ചെയ്ത് കഴിയുമ്പോൾ, നംഗാ ഹി ഭൂഖാ മർ ജാഊംഗ, നഗ്നനായി പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമോ എന്ന് ഗാലിബ് ഭയപ്പെടുകയാണ്. കുട്ടികളെ, ഇവിടെ നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. മിർസ അസദുള്ള ബേഗ് ഖാൻ की डायरी. डायरी का नाम क्या था? दस्तंबू. अब जानते हैं इसका अर्थ? दस्तंबू एक ദസ്തംബുവിന്റെ അർത്ഥം എന്താണ്? फारसी शब्द है. इसका अर्थ है पुष्पगुच्छ, पूचंड. ദസ്തംബുവിന്റെ അർത്ഥം പൂച്ചെണ്ട് എന്നാണ്. इसे पढ़ना माने सन 1857 को अपनी आंखों से देखना और अपने लोकप्रिय शायर की സംവേദനാവും से गुजरना. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധരായ സ്വാധീനമുള്ള കവികളിൽ ഒരാളായിരുന്നു മിർസ അസദുള്ള ബേഗ് ഖാൻ, മിർസ ഗാലിബ്. അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതി ഇന്ന് ഒരു മ്യൂസിയമായി സംരക്ഷിക്കപ്പെട്ട് പോരുന്നുണ്ട്. മിർസ ഗാലിബിനെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കുമല്ലോ. अब आपको एक गतिविधि करनी है. मिर्जा गालिब कौन था? उर्दू फारसी भाषा മിർസ ഗാലിബ് ആരായിരുന്നു? के प्रसिद्ध शायर. ഉറുദു ഫാർസി ഭാഷയുടെ പ്രസിദ്ധ കവിയായിരുന്നു അല്ലേ? പാഠഭാഗം നന്നായി വായിച്ച് गालिब के चरित्र पर टिप्पणी तैयार करें. टिप्पणी तैयार करने के लिए इन सूचकों पर ध्यान दें. सहायक ടിപ്പണി, ഇപ്പൊ ഗാലിബിനെ പറ്റി ടിപ്പണി തയ്യാറാക്കുമ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഉർദു ഫാർസി के प्रसिद्ध शायर, ഉറുദു ഫാർസി ഭാഷയിലെ പ്രസിദ്ധ കവി, अंग्रेजों से पीड़ित, ബ്രിട്ടീഷുകാരാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്നു, कविता के जरिए अंग्रेजों से पड़ोसियों को बचाने वाला, കവി ആയതുകൊണ്ട് തന്നെ എന്താണ്, ബ്രിട്ടീഷുകാരിൽ നിന്നും തന്നെയും തൻ്റെ അയൽക്കാരെ രക്ഷിച്ചിരുന്നു. फिश्ती चिराग अली की हत्या पर दुखी, ഫിഷ്തിയായ ചിരാഗ് അലിയുടെ മരണത്തിൽ അതീവ ദുഃഖവാനായിരുന്നു. मुसीबत के समय स्वयं कष्ट सहकर भी दूसरों की मदद करने वाला, കഷ്ടപ്പാടിന്റെ സമയത്ത് സ്വന്തമായിട്ട് കഷ്ടത സഹിച്ച് മറ്റുള്ളവരെ സഹായിച്ച മനുഷ്യനായിരുന്നു.
दूसरों की दया और हमदर्दी को मान्यता देने वाला, മറ്റുള്ളവരുടെ കാരുണ്യത്തിനും ദയയൊക്കെ മാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. तन्हाई और अकेलेपन में सिर्फ कलम के सहारे जीने वाला, ഒറ്റപ്പെടലിൽ പേന കാരണം ജീവിച്ച വ്യക്തിയാണ് അല്ലേ. പേന മാത്രമായിരുന്നു അദ്ദേഹത്തിന് കൂട്ടായിട്ടുള്ളത്. अपने कपड़े तथा बिस्तर बेचकर जिंदगी चलाने में विवश, തൻ്റെ ജീവിതം പിന്നീട് എങ്ങനെയാണ് അദ്ദേഹം നയിച്ചത്? തൻ്റെ വസ്ത്രങ്ങളും അതുപോലെ കിടക്കയും എല്ലാം വിറ്റാണ്. അതോർത്ത് അദ്ദേഹം ദുഃഖവാനുമായിരുന്നു. ये सब गालिब की चरित्र की विशेषताएं हैं. പാഠഭാഗം നന്നായി വായിക്കൂ. गालिब के चरित्र पर टिप्पणी तैयार करें. बच्चों जरा इन वाक्यों पर ध्यान दें. मेरा पड़ोसी हीरा सिंह एक नौजवान है, वो मुझे हिम्मत बंधाता है. ഈ രണ്ട് വാക്യത്തിലും ആരെ കുറിച്ചാണ് പറയുന്നത്? ഹീര സിംഗ് എൻ്റെ അയൽക്കാരനാണ്. എൻ്റെ അയൽക്കാരനായ ഹീര സിംഗ് ഒരു യുവാവാണ്. അദ്ദേഹം എനിക്ക് നന്നായിട്ട് ധൈര്യം തരുന്നൊരു വ്യക്തിയാണ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹീര സിംഗിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. മേരാ പഡോസി ഹീര സിംഗ് एक नौजवान है, वो मुझे हिम्मत बंधाता है. ഈ രണ്ട് വാക്യത്തിലും ആരെ കുറിച്ചാണ് പറയുന്നത്? ഹീര സിംഗ്. രണ്ടാമത്തെ വാക്യത്തിൽ ഹീര സിംഗ് എന്നാണോ പറഞ്ഞത്? അല്ലല്ലോ. പകരം ഏത് പദമാണ് ഉപയോഗിച്ചത്? പറയൂ പറയൂ, വേഗം പറയൂ, പെട്ടെന്നാകട്ടെ. വോ. രണ്ടാമത്തെ വാക്യത്തിൽ ഹീര സിംഗിന് പകരം വോ എന്ന സർവനാമമാണ് ഉപയോഗിച്ചത് അല്ലേ. ഹീര സിംഗ് എന്ന നാമത്തിന് സഗ്യ കെ ലിയെ वो सर्वनाम ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ലേ. जरा इन वाक्यों पर ध्यान दें. उन्होंने गरीबों के घर भी जला दिए, अपनी अपनी जान बचाकर वे भाग निकले. इन वाक्यों में प्रयुक्त सर्वनामों को पहचानें. ഈ വാക്യങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞോ? जरा बताइए. ഏതൊക്കെയാണ്? इन वाक्यों में प्रयुक्त सर्वनाम क्या क्या हैं? उन्होंने और वे. ഏത് നാമങ്ങൾക്ക് പകരമാണ് ഈ സർവനാമങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഉനോനെ ഗരീബോं के घर भी जला दिए. വേ എന്ന സർവനാമത്തിനോട് കൂടി നേ എന്ന പ്രത്യയം വന്നപ്പോഴാണല്ലോ ഉനോനെ എന്നായത്. അപ്പൊ അവിടുത്തെ ആ വേ ഏത് നാമത്തിന് പകരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്? വേ സർവനാം കിസ് സഗ്യ കെ ലിയെ പ്രയുക്ത ഹെ. ആരാണ് പാവങ്ങളുടെ വീടുകളൊക്കെ തീവച്ച് നശിപ്പിച്ചത്? ബ്രിട്ടീഷുകാർ, अंग्रेज. वे सर्वनाम अंग्रेजों के लिए प्रयुक्त है. ये स्लाइड देखें. उन्होंने गरीबों के घर भी जला दिए, अपनी अपनी जान बचाकर वे भाग निकले. इन वाक्यों में प्रयुक्त सर्वनामों को पहचानें. इन सर्वनामों से संबंधित संज्ञाओं को पाठ भाग से. അപ്പം നിങ്ങൾ ഈ സെൻറ്റൻസുകളിലുള്ള സർവനാമം കണ്ടെത്തണം. അതുപോലെ ഈ സർവനാമവുമായി ബന്ധപ്പെട്ട സംഖ്യ അത് പാഠഭാഗത്തിൽ നിന്ന് കണ്ടെത്തുകയും വേണം. നന്നായിട്ട് വായിച്ചു. അങ്ങനെ പ്രിയപ്പെട്ട കുട്ടികളെ, ഗാലിബിന്റെ ഡയറിയുടെ ഈ ഭാഗത്തിൽ നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ചിരാഗ് അലിയെ പോലുള്ള സാധാരണക്കാരായ ആളുകളുടെയും ജീവത്യാഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജനാധിപത്യത്തെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഖനിക്കുന്ന, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥിതിക്ക് ദോഷം വരുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന നയത്തിലൂടെയാണ് ബ്രിട്ടീഷുകാർ 200 വർഷം നമ്മളെ അടക്കി ഭരിച്ചത്. ആ ഓർമ്മ എപ്പോഴും നമ്മളിൽ ഉണ്ടാകണം. ഐക്യത്തോടെ, ഒത്തൊരുമയോടെ പോകാൻ നമുക്ക് കഴിയണം. നാനാത്വത്തിൽ ഏകത്വം എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഒപ്പം ജാതി മത ചിന്തകൾക്ക് അതീതമായി ഭാരതീയനാണെന്ന ബോധം എപ്പോഴും നമ്മളിൽ ശക്തമായി ഉണ്ടാകണം. हम एक हैं, हम भारतीय हैं. जिस गली में मैं रहता हूँ, पाठ की कक्षा यहाँ पर समाप्त होती है.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് വന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്